Hi friends, welcome to Surbe Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവയ്ക്ക വറവാണ്, അതായത് കോവയ്ക്ക തോരൻ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? ഇവിടെ ഇത് ഈ വറവ് തയ്യാറാക്കാൻ ആവശ്യമായ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ കോവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കോവയ്ക്കയിൽ നിന്നല്ല നമ്മൾ ഏതൊരു പച്ചക്കറി എടുക്കുമ്പോഴും അത് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇനി കോവയ്ക്ക നമ്മൾക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ ഇത് കോവയ്ക്ക മുഴുവനായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇവിടെ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു കഷ്ണം ഉള്ളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക് എന്നിവയൊക്കെയാണ്. ഇനി ഇതിലേക്ക് ജീരകവും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോവയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മുഴുവനായും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജാറൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആദ്യം ഈ തേങ്ങ ഇതൊക്കെ ഒന്ന് ഒതുക്കി വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് കോവയ്ക്ക് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് വലിയ ജാറായതുകൊണ്ട് ഞാൻ ഒന്നിച്ചിടുകയാണ് ചെയ്യുന്നത്. കോവയ്ക്ക് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കോവയ്ക്ക കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോവയ്ക്ക നല്ല പച്ച ആയതുകൊണ്ടാണ്. കുറച്ചൊന്ന് പഴുത്തു പോയാൽ ഇതുപോലെ അടിച്ചെടുക്കാൻ കഴിയത്തില്ല. ആകെ അടിഞ്ഞ് ആകെ ഒരു പശ പോലെ ആയിപ്പോകും. അപ്പോൾ നമ്മുടെ വറവും ഒരു പശ പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല പച്ച കോവയ്ക്ക തന്നെ ഇതിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എടുക്കണം. ഇനി ബാക്കിയുള്ള കോവയ്ക്ക കൂടി ഇതിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇവിടെ ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഈ ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യാം. ഇവിടെ ഈ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒതുക്കിയെടുത്ത കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഒതുക്കിയെടുത്ത കോവയ്ക്കാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതായത് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം കറിവേപ്പില മുളക് തേങ്ങ എന്നിവയൊക്കെ കൂടി ഒതുക്കിയെടുത്ത മസാലയോട് കൂടിയുള്ള കോവയ്ക്കല്ലേ, അതാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് വളരെ കുറച്ച് സമയം വഴറ്റി അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള കോവയ്ക്ക കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കോവയ്ക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ എരിവിന് ആവശ്യമായ ഉണക്കമുളകും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തീ കുറച്ചിട്ടാണ് വേവിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഏകദേശം വെന്ത് കഴിഞ്ഞു. നന്നായിട്ട് അടിഞ്ഞു പോകുന്നവരെ ഞാൻ വേവിക്കാറില്ല, കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കോവയ്ക്ക എടുക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറവ് റെഡിയായി. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് ഈ തേങ്ങ ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. വറവ് റെഡിയായി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ കോവയ്ക്ക ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.